ഏത് ദുരന്തത്തിനും പ്രകൃതി ഒരു ദൃക്സാക്ഷിയെങ്കിലും കരുതി വെക്കും. മുണ്ടക്കൈ ദുരന്തവും ഇത്തരത്തിൽ അടുത്തുനിന്നും അകലെ നിന്നും കണ്ട ഒരാളുണ്ട്. ഉരുൾപൊട്ടൽ പ്രതീക്ഷിച്ചതായിരുന്നു. ഇനിയും ഉരുൾപൊട്ടും. ഒരു വർഷമായി താൻ നൽകിയ മുന്നറിയിപ്പുകൾക്ക് ഉദ്യോഗസ്ഥർ ആരും വില നൽകിയില്ലെന്നും ആദിവാസിയായ ചേനൻ പറയുന്നു. നാട്ടറിവുകൾ മാത്രമല്ല, കാട്ടറിവുകളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങളുടെ ആദ്യ സൂചന നൽകും. ജൂലൈ 30 പെരും മഴയത്ത് അർദ്ധരാത്രി പിന്നിട്ട നേരത്ത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തുണ്ടായ അതിഭീകരമായ 2 ഉരുൾപൊട്ടലുകളും ഉയരെ നിന്ന് നോക്കി നിന്ന ഒരാളുണ്ട്. കാട്ടുദൈവങ്ങളും കാരണവന്മാരും കാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കുന്നിൻ മുകളിലേക്ക് മാറി മാറി നടന്നു നീങ്ങി ദുരന്തം കണ്ടുനിന്ന കണ്ണുകൾ. ഒരുപക്ഷെ ദുരന്തത്തിന്റെ തുടക്കവും ഒടുക്കവും നേരിൽ കണ്ട ഏക സാക്ഷിയും ആദിവാസിയായ ചേനനായിരിക്കും. ഒരാഴ്ചയായി വനത്തിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു നായയെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അനിമൽ റെസ്ക്യൂ ടീമും ഹാം റേഡിയോ ടീമും. ആ സമയം പൊടുന്നനെയാണ് വനത്തോട് ചേർന്ന് മറ്റൊരു ഷൂട്ടിലായിരുന്ന ന്യൂസ് മലയാളം ടീമിന് മുന്നിലേക്ക് ചേനൻ വന്നു ചാടിയത്. കുറച്ചു നേരം ഒന്ന് നിൽക്കാമോ എന്ന് പുറകെ പോയി ചോദിച്ചു. നിന്നു. വനഭൂമിയുമായി അതിരിടുന്ന മുണ്ടക്കൈയിലെ ഉയർന്ന പ്രദേശത്തെ ആദ്യ വീട് ചേനന്റേതാണ്. വീട്ടിലെത്തി. ഈ വീട്ടിൽ നിന്നാൽ താഴെ ഒഴുകുന്ന മുണ്ടക്കൈ പുഴ കാണാം. തണുപ്പ കറ്റാൻ തീ കാഞ്ഞ ശേഷം വിറക് പിരിച്ചു വെച്ചിരിക്കുന്നു. അന്നത്തെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഉരുൾപൊട്ടൽ നേരിൽ കണ്ടിരുന്നോ? അന്ന് രാത്രി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം തന്നു. ഞാൻ ഇവിടുന്നാണ് നോക്കി നിൽക്കാ തീട്ടിട്ട്. എന്നിട്ടും അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാനും നായിനെ എടുത്തിട്ട് ഈ ഷെഡിക്ക് വന്നിട്ട് ഇവിടെ ഗെയിമിൽ പോയ ചെക്കന്മാർക്ക് വിളിച്ച് പറഞ്ഞു, ഈച്ചക്കുളങ്ങ് മാറിക്കോളി, ഇതാ ഉരുൾപൊട്ടി വരുന്നത് പറഞ്ഞു. ഒരു ആദ്യം ഇതും പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ ചെളിയും മണം ഇവർക്ക് കിട്ടും, നായ്ക്കിനും പൂച്ചക്ക് കിട്ടും. എന്നിട്ടും ഇവർ അത് എവിടെ നിന്നും വന്നാലും ചെളി മണവും പെട്ടെന്ന് കിട്ടും ഇവരൊക്കെ, പൂച്ചക്ക് നായ്ക്കിനൊക്കെ. അപ്പം നമ്മൾ ഏണിച്ച് നോക്കുക. ഏണിച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞത് കറക്റ്റ് തന്നെ. അപ്പം നമ്മൾ തടിയെടുക്കും. ഈ ഉരുൾപൊട്ടി അങ്ങോട്ട് നീങ്ങുന്നതൊക്കെ ഞാനും ഇവിടെ നിന്ന് കണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ റൗണ്ടാക്കി. കാട്ടുവിഭവങ്ങൾ ശേഖരിക്കാനും വിൽക്കാനുമായി കാട്ടിലും നാട്ടിലും ചേനന്റെ സന്തത സഹചാരിയായി ടൈഗർ എന്ന ഒരു നായയുണ്ടാകും. ഉരുൾപൊട്ടൽ നേരത്തെ മണത്തറിഞ്ഞ് ദുരന്ത മുന്നറിയിപ്പായി ശ്രദ്ധയിൽപ്പെടുത്താൻ മേലാകെ അള്ളിപ്പറിച്ചും കുരച്ചും ആദ്യ അപായ സൂചന നൽകിയത് ടൈഗറായിരുന്നു. അപകടം മണത്ത ചേനൻ ഉടൻ തന്നെ മുകളിലെ ഷെഡിലേക്ക് മാറി നിന്നു. 1 മണിക്കൂറിനുള്ളിൽ ആദ്യ ഉരുൾപൊട്ടി. രണ്ടാമത്തെ ഉരുൾപൊട്ടുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഞങ്ങൾ മുമ്പേ പോകുന്നതും ബേക്കറി പോകുന്നതും അത് 2 പോയിന്റായിട്ട് വന്നു. 1 പോയിന്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ 1 പോയിന്റ് ബേക്കറി വന്നു. രണ്ട് ഉരുൾപൊട്ടലുണ്ടായി. ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ബേക്കരി. രണ്ടാമത്തത് പെൻഡിരി വന്നത് കുറഞ്ഞേ വന്നിട്ടുള്ളൂ. അത് സൗണ്ട് കുറവാ. ബേക്കറി വന്നതാണ് ഭയങ്കര സൗണ്ട്. കല്ലൊക്കെ പാടെ എവിടുന്നാ പൊട്ടി വന്നത്? കല്ലൊക്കെ മേലിന് അടിച്ചടിച്ച് വന്നാ. ഇവിടെ ഒരു കല്ലുണ്ടായി, വലിയ ഭയങ്കര കല്ല്. അത് മരത്തിന്റെ അപ്പുറത്തായിട്ടുണ്ടായി. അത് കല്ല് അടിച്ച് തുടച്ച് വന്നാ. പക്ഷെ ഒന്നുണ്ട്, ഉരുൾപൊട്ടൽ പഠനങ്ങൾ നടത്തുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ മഴ മുന്നറിയിപ്പ് തരുന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പോ പ്രളയ മുന്നറിയിപ്പ് നൽകുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷനോ മുൻകൂട്ടി കാണാതെ പോയ, അറിയാതെ പോയ വൻ ദുരന്തം 1 വർഷം മുന്നേ കണ്ടിട്ടുണ്ട് ചേനൻ. എന്തുകൊണ്ട് ഉരുൾപൊട്ടും എന്ന് തെളിവ് സഹിതം താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നതിന്റെ കാരണം ചേനൻ തന്നെ വിവരിക്കും. ഇത് ഇനി പിടിച്ച ദൈവം പിടിച്ചാലും കിട്ടില്ല, പോകുന്നത് അങ്ങോട്ട് പോകും. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടി രണ്ട് ഇത് ഇരുന്നു. ആ പൊട്ടിയതിൻ്റെ തിണ്ട് കൂടെ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും പാച്ച് ചെയ്ത് നടന്ന ഈ തേനി തണ്ടനെ അത് ഇത്ര വീതിയിലാണ് വിണ്ടു നിന്നു. അത് ഇവിടുന്ന്
അക്കരെ എച്ചറ്റ് വരെ വിണ്ടു നിന്നാ നമ്മളൊക്കെ താന്നു പോവും കാല്. ആ പാറ മണ്ണ് വിണ്ടു നിന്നിരുന്നു. അത് ശരിക്കും പറഞ്ഞ മണ്ണൊന്നല്ല, പാറയായി ചെരിഞ്ഞിട്ടേ അത് മോളൊന്നും വെള്ളം ചാടുന്നുണ്ടല്ലോ. അത് ഇതിന് വന്ന് മിക്സാകുമ്പോൾ ഇത് ഒന്നായിട്ട് ഡൂച്ചായിട്ട് നിന്നിട്ട് ഒറ്റ പോക്ക അവിടെ പിടിച്ചാൽ പിന്നെ നിൽക്കൂല മണ്ണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കാടിന്റെ ഹൃദയസ്പന്ദനങ്ങളെ അത്രമേൽ ആഴത്തിൽ തൊട്ടറിയുന്ന ചേനനെ പോലുള്ളവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചത്? അതിനും ചേനന് ഉത്തരമുണ്ട്. നേരത്തെ എവിടെയായിരുന്നു പൊട്ടിയെ? നേരത്തെ അതിൻ്റെ താഴ്ന്നു, അതിൻ്റെ മുകളിൽ കാണാം പൊട്ടം കിടന്നത് ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞ ആർക്കും മണ്ട കയറൂല, മണ്ട കയറൂല. അത് എത്ര ഞങ്ങൾ വലിയ ഉദ്യോഗസ്ഥന്മാര് പോർച്ചാര് ഒക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, സാറേ ഇങ്ങനെ കാട്ടിൽ പരിപാടി നടക്കുന്നുണ്ട്, കഴിയുന്നതും വേനൽക്കാലത്തും മഴക്കാലത്ത്, അതായത് ഇപ്പം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചേനനൊഴികെ ബാക്കി എല്ലാവരെയും തലേ ദിവസം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പാരമ്പര്യമായി കൈമാറി കിട്ടിയ തിരിച്ചറിവുകൾ പ്രയോജനപ്പെടുത്തിയാണ് അന്നേ രാത്രിയിൽ ചേനൻ തക്ക സമയം തന്നെ രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഞങ്ങളെ വലിയ കാരണന്മാരൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് തൊണ്ടി നിൽക്കണം. എങ്ങോട്ട് പോയാലും ഞങ്ങൾ കാടിനെ കൊണ്ടും പാർത്തിട്ട് വിചാരിച്ചിട്ടേ കാട്ടിൽ കയറുള്ളൂ. ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടതിനാൽ തന്നെയാകും യാതൊരു മാനസിക പിരിമുറുക്കവുമില്ലാതെ വീണ്ടും വീണ്ടും കാട്ടിലലിഞ്ഞു ചേരുന്നതും. അറിവ് മാത്രമല്ല, തിരിച്ചറിവും മനുഷ്യരെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ചേനൻ. പുഞ്ചിരിമട്ടത്തു നിന്നും ക്യാമറമാൻ വിഷ്ണു അജയനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.